ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു വീഡിയോ ചെയ്യാണ്. വൈകുന്നേരം ഒരു പാടത്തേക്ക് പോയ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇതൊക്കെ വല്ലാത്ത പൂതി പാടത്തേക്ക് പോകണമെന്ന്. അപ്പോൾ ഒന്ന് പോയി കളിയാന്ന് ഞാനും. അപ്പോൾ റെയിൻ കോട്ടൊക്കെ ഇട്ടാണ്ട് ഓള് സൂപ്പറായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സമ്മതം ചോദിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഉമ്മേനോട് സമ്മതം ചോദിച്ചാണ്ട് പോവാന്നുള്ള ഇതിനോട് ഓടിപ്പോവാണ്. ഇവിടെ ആദമ്മ ഓള് പോണത് കാത്തിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പാമ്പറിൻ്റെ കവർ എടുത്തത് പറഞ്ഞാൽ മഴ പെയ്യാൻ നിൽക്കുന്നുണ്ട്. പിന്നെ മൊബൈൽ അതിൽ ഇടാന്നുള്ള മട്ടത്തിലാണ് കവർ എടുത്തത്. ഇവനും ഭയങ്കര ഹാപ്പിനാണ് കേട്ടോ. പോവാനുള്ള കണ്ടോ ചാടിക്കളിയാണ്. എപ്പോഴും വളുക്കി വീഴുമെന്ന് അറിയില്ല. മഴ പെയ്താൽ പിന്നെ വൃത്തി പോയി വീടിൻ്റെ ഈ ചമ്മൽ ഇതൊക്കെ വീണാണ്ടേ. ഇതാണ്. പിന്നെ മഴ പെയ്താൽ പൊതുവെ നമ്മളെ മുറ്റം വൃത്തി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ എപ്പോഴും അടിച്ചു തരുന്ന മുറ്റം കേട്ടോ. മാവൊക്കെ ഉണ്ടായിട്ട് എപ്പോഴും ഇല വീഴും. പിന്നെ കോഴിക്കൂടൊക്കെ മഴ കൊണ്ട് ഇതായിന് കണ്ടോ. കോഴിക്കളൊക്കെ കൂടി നിൽക്കുന്നുണ്ട് മഴ കൊണ്ടാണ്ട്. പിന്നെ നമ്മളെ വയ്യൊക്കെ കണ്ടോ ചളിപ്പിളി തന്നെ, ഭയങ്കര ചളിപ്പിളിയാണ്. എന്നാലും വേണ്ടില്ല, നല്ല മട്ടത്തിൽ മഴ പെയ്യട്ടെ. പക്ഷേ അപകടം ഉണ്ടാവാതെക്കട്ടെ. അപ്പം ശ്രദ്ധിച്ച് നടക്കണം, അല്ലെങ്കിൽ ഊര കുത്തി വീഴും. പാറയാണ്, വളുക്കി പോകും. അപ്പം നമ്മൾ സുല്ലൻ്റെ മുറ്റത്ത് കൂടെ ഇങ്ങനെ പോവുകയാണ്. ഒരു കുറേ പോവാനുണ്ട് കേട്ടോ, കുറച്ചൊക്കെ പോവാനുണ്ട് പാടത്തേക്ക്. അപ്പം റോട്ടുമ്മ കൂടെ പോകാമെന്ന് വിചാരിച്ചത്. ഷോർട്ട് വഴി നോക്കിയാൽ തുകയും ഇതൊക്കെ കടിച്ച് അരപ്പാവും. മോളൂസ് ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. നേരത്തെ വൈകുന്നേരം ഉച്ചക്കൊരു കല്യാണം ഉണ്ടായിന്, അത് കഴിഞ്ഞ് വന്ന്. അപ്പോൾ ഓള് പാടത്തു കൂടെ വന്നത്, വണ്ടിയൊന്നും കിട്ടിയില്ല പറഞ്ഞേ. ചാടി കളിച്ചൊക്കെ പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം ആദമും ഓളെ ചാട്ടം കണ്ടിട്ട് ചിരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. മഴ പെയ്തിന് കേട്ടോ അപ്പോഴത്തേന്. അപ്പോൾ പാമ്പറിൻ്റെ കവർ എടുത്തല്ലോ ഉപകാരമായി. കാരണം മഴ പെയ്യുമ്പോൾ കവർ ഇടും. വേറെ എനിക്ക് കിട്ടിയത് പാമ്പറിൻ്റെ കവറാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നൊരു പൂവ് എടുത്താൽ തേനുണ്ടെന്നൊക്കെ പറഞ്ഞാണ്ട് തരികയാണ്. എന്താ നമ്മളെ കോളാമ്പി പൂവില്ലേ, പക്ഷേ തേനൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ നേരെ റൂട്ടുമ്മ കൂടെ ഇങ്ങനെ പോവാണ്. കുറേ പോരാണ്ട് കേട്ടോ, കുറച്ചൊക്കെ നല്ല പോരാണ്ട്. ആദമിനൊക്കെ വെച്ച് നടക്കാറുണ്ട്, ഭയങ്കര ടാസ്ക്കാണ്. കൈ കടിയുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും പോയി. നല്ല രസമാണ് കേട്ടോ സംഭവം, നല്ല രസമാണ്. വൈകുന്നേരം ഇങ്ങനെ രസമായിട്ട് ഇങ്ങനെ പോവാം. ഇപ്പം നടന്നിട്ട് എത്തണമില്ല കേട്ടോ. പക്ഷെ നമ്മൾക്ക് അല്ലെങ്കിലും പോകുമ്പോൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ കുറേ ദൂരം തോന്നും. പക്ഷെ നമ്മൾ റിട്ടേൺ വരുമ്പോൾ പെട്ടെന്ന് എത്തും. പിന്നെ ഇടയ്ക്കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ മാക്സിമം അരുവിക്ക് നിൽക്കുന്നുണ്ട്. പാടം എത്തിട്ടോ, ഇറക്കൊക്കെ ഇറങ്ങി. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം അതിനെയും കൊണ്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പാടത്തി കണ്ടപ്പോൾ നല്ല രസമായി തോന്നിട്ടോ. നല്ല രസമുണ്ട്, നല്ല വ്യൂ ഉണ്ട് കേട്ടോ. നല്ല പാടത്തൊക്കെ ഫുള്ള് വെള്ളമൊക്കെ നിറഞ്ഞ്. പിന്നെ നെല്ലിൻ്റെ തൂമ്പില്ലേ, തൂമ്പൊക്കെ വന്നാൽ ഈ നെല്ല് ഏത് ഭാഗമായെന്ന് എനിക്കറിയില്ല കേട്ടോ. സംഭവം നല്ല അടിപൊളി കേട്ടോ. നല്ല മഴക്കാറും മഴയും ചെറിയൊരു ചാറ്റൽ മഴയും നല്ല രസമാണ് കേട്ടോ. സംഭവം അടിപൊളിയുണ്ടോ. വന്നത് നല്ല മുതലായി, കാരണം അത്രയ്ക്കും രസമാണ് കേട്ടോ. ഈ ഫോണിൽ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ നേരിട്ട് റിയലായിട്ട് കാണുമ്പോൾ നല്ലൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇപ്പോൾ തോട്ടിക്ക് ഞാൻ പോയിട്ടില്ല. തോട്ടിക്ക് പോയി എനിക്ക് പേടിയാണ്. അവിടെ ചളിവെള്ളം, മഴ പെയ്ത വെള്ളമല്ലേ വരുന്നത്. ഇപ്പോൾ ചെറിയൊരു ആണിയുണ്ട് പാടത്ത്. ചെറിയൊരു റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ അങ്ങനെ ഒരു ഹോള്, വലിയൊരു എന്താ പറയുക, പൈപ്പ് ഇട്ടാണ്ടുള്ള ഒരു ആണിയുണ്ട്. ആ ആണിയാണ് ഇത്. നല്ല ഇതിലാണ് ഞങ്ങൾ നീന്താൻ പഠിപ്പിക്കൽ, കുട്ടികളൊക്കെ നീന്താൻ പഠിപ്പിക്കൽ. ഇതിൽ ഞങ്ങൾ കാലൊക്കെ ഇട്ടാണ്ട് ഇറങ്ങിപ്പോകുന്നത്. നീന്താൻ പോകുന്നുണ്ട്, പക്ഷെ നീന്തിയിട്ടില്ല, കാരണം കുട്ടി ഒക്കത്തുണ്ടല്ലോ. അപ്പോൾ വേഗം റിട്ടേൺ അടിക്കണം, കാരണം എൻ്റെ കൈ കടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ജസ്റ്റ് 2 വട്ടം ഇറങ്ങിയാണ്ട് കാലിട്ടാണ്ട് പോന്നു. പിന്നെ ആദമിനെ പിന്നെ ഒക്കത്ത് പിടിച്ചാൽ കിട്ടില്ല. ആദമ് വെള്ളത്തേക്ക് ഇറങ്ങാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഒന്നിങ്ങോട്ട് കയറി. അപ്പോൾ പിന്നെ മോളൂസിന് പിന്നെ എന്ത് ചെയ്യണം, വെള്ളത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഞാൻ അവളോടൊന്ന് ഇറങ്ങിയിട്ട് ഈ പോര് എന്ന് പറഞ്ഞ പക്ഷേ പേടി, ഞാൻ തന്നെ കൂടെ ഇറങ്ങണം എന്നുണ്ട്. പിന്നെ ഞാൻ
ഫോണൊന്ന് ഓഫാക്കിയാണ് കേട്ടോ പിന്നെ രണ്ടാമത് ഇറങ്ങിയത്. പിന്നെ ഫോണും കൊണ്ട് ഇറങ്ങിയിട്ട് അഥവാ ഫോൺ അങ്ങനെ കൈക്കുന്ന വിട്ടാൽ ഫോൺ വെള്ളത്തിൽ വീണില്ലേ, വേറെ എന്തിനാ റിസ്ക് എടുക്കണേ. പിന്നെ ഞങ്ങളൊന്ന് ഇറങ്ങി കുറച്ച് നേരമൊക്കെ ഒന്ന് സെൻറ്ററിക്കൊക്കെ പോയി. നല്ല സെൻറ്റർക്ക് പോയി അവിടെ ആയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നായിട്ട് മുങ്ങൂല, പക്ഷെ നമ്മൾ ഒന്നായിട്ട് നനയും. നനഞ്ഞാണ്ട് പിന്നെ വൈകുന്നേരം നനയാലും മടി, അല്ലെങ്കിൽ നനഞ്ഞാണ് ഫുള്ളായിട്ട് നനയണ്ട വിചാരിച്ചു. പക്ഷെ നല്ല സംഭവമാണ് കേട്ടോ ഈ മഴ ഇങ്ങനെ പെയ്യലും ആ പച്ചപ്പ്. മോളൂസിനോട് പോരാൻ പോതില്ല, ഓക്ക് ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട്, വീഡിയോ എടുക്കാൻ പറയുന്നുണ്ട്. പിന്നെ കുറേ കുട്ടികൾ പാടത്തു കൂടെ പോകുന്നുണ്ട്, അത് ഓലോട് വരട്ടെ നമുക്ക് ഓലും എടുക്കാൻ പോകണത് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കാത്തിക്കാണ്. ഇടയിൽ കൂടെ വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. നല്ല ആ സൈഡ് ഇപ്പം മോളൂസ് നിൽക്കണ അവിടെ കേട്ടോ, ഫുള്ള് നെല്ലൊക്കെ കഴിയണം, നല്ല രസമായിട്ട് അവിടെ. പിന്നെ വീഡിയോ വല്ലാണ്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ വീഡിയോ പെട്ടെന്ന് മൈൻഡപ്പ് ആക്കി, കാരണം ആദമ് നിലത്തേക്ക് ഇറങ്ങുകയാണ് ഒക്കത്തുനിന്ന്. അപ്പോൾ പിന്നെ എനിക്ക് ഓനെ നോക്കാനും ഭയങ്കര ടാസ്ക്കാണ്, വണ്ടികൾ വരുന്നുണ്ട്. ഓനവിടെ റോട്ടുമ്മൽ ഇറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് നടക്കുക. പിന്നെ എൻ്റെ കൈയാണെങ്കിൽ കടഞ്ഞും ചെയ്തിരുന്നു, ഓനെ ഒരുപാട് നേരം എടുത്തിട്ടേ. പിന്നെ മഴയും കൂടി. പിന്നെ ഞങ്ങളെന്ത് ചെയ്തു, കുറച്ച് ഫോട്ടോയും ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്താണ്ട് അമ്മച്ചി ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്താണ്ട് ഞങ്ങൾ റിട്ടേൺ തിരിച്ചു. റിട്ടേൺ വരുമ്പോൾ നല്ല രസമായിരുന്നു, പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയൊരു അവസരം ഉണ്ടായിരുന്നില്ല.